നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? എന്റെ ഞാൻ വിളിച്ചോളുന്നതാ. അതല്ല, സ്ഥാനഭ്രംശം സംഭവിച്ചിട്ടുണ്ടല്ലോ. ഈ സമയത്ത് ഈ ദേശത്ത് ഈ ആത്മാവ് ഉണ്ടായിരിക്കാൻ പാടില്ല. ഏറ്റവും ചുരുങ്ങിയത് 300 കിലോമീറ്റർ അപ്പുറത്തേക്കെങ്കിലും ഈ ആത്മാവ് സഞ്ചരിച്ചിട്ടുണ്ടാവണം. രാഷ്ട്രീയക്കാര് മൂപ്പരെ സ്ഥലം മാറ്റിയിരിക്കുക. ഇന്നലെ അവിടെ ജോലി ചേരേണ്ടതാ. സുഖമില്ല എന്ന് പറഞ്ഞ് കമ്പിടിച്ചിരിക്കുക. ഓ, അതാണ് കാര്യം. അപ്പോ എത്രയും പെട്ടെന്നൊരു ശുഭമുഹൂർത്തം കാണിച്ചു തരാം. ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങത്തിലെല്ലാം കൊണ്ടും മംഗളകരമായ ഒരു മുഹൂർത്തം കാണാനുണ്ട്. അയ്യോ, കൂടിപ്പോയ ഒരാഴ്ച, അതിനുള്ളിലൊരു മുഹൂർത്തം വേണം. ഈ മുഹൂർത്തം എന്ന് പറയുന്നത് ഞാൻ എന്റെ ഫാക്ടറിയിൽ വെച്ചുണ്ടാക്കുന്നതല്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുഹൂർത്തം വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോയി കെട്ടിക്കോളൂ. എന്തിന് ഇങ്ങോട്ട് വന്നു? അല്ല, ഏതായാലും വന്ന നിലയ്ക്കൊന്ന്. അടുത്ത ബുധനാഴ്ച വലിയ ദോഷം വരില്ല. 9-നും 10-നും ഇടയ്ക്ക്. അത് മതി. ഭാനുവേ, കണ്ടോ? കണ്ടു. നമ്മുടെ INSP മോന്റെ എതിർപ്പിന് കാരണമുണ്ട്. അവൻ എപ്പോഴോ സംഭാവന പിരിക്കാൻ ചെന്നപ്പോ ഉദയഭാനു കളിയാക്കിയിരുന്നത്രേ. INSP വെറുതെ ഇരുന്നില്ല, ഉദയഭാനു ഒരു ട്രാൻസ്ഫർ വാങ്ങിക്കൊടുത്തു. നേര് പറയാലോ ഭാനു, എനിക്ക് പേടിയായി തുടങ്ങി. നമ്മുടെ അരയെ കെട്ടിയിരിക്കുന്ന ചരട് പാമ്പായിട്ട് വന്ന് നമ്മളെ തന്നെ കടിക്കുമെന്നുള്ള പേടി. ലതിയുടെ കല്യാണം എത്രയും വേഗം നടത്തണം. നമ്മൾ ജീവിച്ചിരുന്നിട്ടിങ്ങനെ അല്ലാത്തൊരു സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കി. രാഘവട്ട, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താടാ? ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ അച്ചു? ഒന്നുമില്ല. എന്താന്ന് വെച്ചാ പറ. രാഘവേട്ട ആ സ്ഥലം ഭൂപണയ ബാങ്കിന് പണയം വെക്കുന്നില്ല എന്നോട് പറഞ്ഞത്. അതെ. വിറ്റിട്ടില്ല. വിക്കേ? അങ്ങനെ വല്ലതും ഉണ്ടോ നീ അറിയാണ്ടിരിക്കോ? അതെ, അതാ ഞാനും സംശയിച്ചത്. ഇപ്പൊ എന്താ പ്രശ്നം? രാഘവേട്ടൻ ബേജാറാവൊന്നും വേണ്ട. ആ സ്ഥലത്ത് ആരൊക്കെയോ വന്ന് അളക്ക് കുറ്റിയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേന്നെ, എനിക്കൊന്നും പിടിയിട്ടില്ല. അവിടെ ആമേനെയും സർവേറും ഒക്കെ കണ്ടു. എന്താ നീ പറയണേ? അപ്പോഴേ ഈ പറമ്പിന്റെ ഉടമസ്ഥൻ വന്നിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് പറയൂ സാർ. ഇത് റിട്ടയർഡ് സ്റ്റേഷൻ മാസ്റ്റർ രാഘവൻ നായർ, ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരുള്ള സ്ഥലമായത്. നോട്ടീസ് കിട്ടിയില്ലേ? ഇല്ല. ജപ്തിയാണ്. നിങ്ങളുടെ മൂത്ത മോനുണ്ടല്ലോ, എന്തായാലും പേര്? പ്രഭാകരൻ. അയാളുടെ പാർട്ടി ഓഫീസിന്റെ കെട്ടിടം പണിക്ക് വേണ്ടി ഈ സ്ഥലം ഇവരുടെ ബാങ്കിൽ പണയം വെച്ചിരുന്നു. ഭാനുമതിയമ്മ ഭാര്യയല്ലേ? അതെ. അവരാണല്ലോ പേപ്പർ പെട്ടു കൊടുത്തത്. സാർ, ഈ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായി സ്ഥലം. ഞങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? കോടതി കാര്യമല്ലേ. എങ്ങോട്ടാ പോയത്? അച്ചു എന്താ വന്ന് പറഞ്ഞത്? നീ എന്നെ ചതിക്കായിരുന്നല്ലേ. ഈ കാലം അത്രയും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലമല്ലേ അത്. നമ്മൾ ഒന്നാണെന്ന് കരുതിയ അന്ന് നിന്റെ പേര് വാങ്ങിയത്. എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ ഇത് ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു ഭാനു? എന്താ ഉണ്ടായേ? ചെന്ന് നോക്ക്, ബാങ്കുകാർ ജപ്തി ചെയ്തോണ്ടിരിക്കുക. ലതികയുടെ കല്യാണത്തിന് ഞാൻ എവിടുന്ന് പണം ഉണ്ടാക്കും? അത് കുറച്ചു ദിവസത്തെ ഒരു കാര്യത്തിനാണെന്നും പറഞ്ഞ് പ്രഭാകരൻ നിർബന്ധിച്ചപ്പോ. എന്നിട്ട് എവിടെ നിന്റെ പ്രഭാകരൻ? അവിടെ കണ്ടില്ലല്ലോ. നമ്മുടെ മോനല്ലേ എന്ന് കരുതിയാ ഞാൻ. അച്ഛൻ അറിയുന്നതിന് മുമ്പ് തിരിച്ചെത്തിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞപ്പോ. വേണ്ട, ഒന്നും പറയണ്ട. എന്റെ മക്കൾ എന്നെ മനസ്സിലാക്കിയില്ല, സ്നേഹിച്ചില്ല. നീയും. നിങ്ങളാരും എന്നെ ഇനി അധികാലം ജീവനോടെ കാണില്ല. നേരെ ഒരുപാടായി. രാഘവേട്ടൻ ഇനി പോ, അല്ലെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കും. വേണ്ട. നീ ആ ടോർച്ചിനെടുത്ത് വീട് വരെ ഞാനും വരാം. നിനക്ക് ഞാൻ ശല്യമായല്ലേ? എന്താ രാഘവേട്ടായി പറയണത്? ഒരേ കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന മനസമാധാനം ഇല്ലാണ്ടാവുന്നല്ലാതെ ഒരു കാര്യമില്ല. ഓർക്കാൻ ഒരു കാര്യമല്ലല്ലോ ഉള്ളത്. അച്ഛനറിയോ, ഇടയ്ക്കിടയ്ക്ക് സ്ഥലമാറ്റങ്ങൾ ഉണ്ടാകുമ്പോ കുട്ടികളുടെ പഠിത്തം തകരാറിലാകുമല്ലോ എന്ന് കരുതിയാ അവരെ ഞാൻ വീട്ടിൽ തന്നെ താമസിപ്പിച്ചത്. റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോറത്തിൽ കിട്ടുന്ന രുചിയില്ലാത്ത ഭക്ഷണം കഴിച്ച എന്റെ ജീവിതത്തിന്റെ നല്ല പങ്ക് ഞാൻ തള്ളി നീക്കിയത്. ഒരു ചായ കുടിക്കുമ്പോ പേടിയാ. ആ കാശ് വീട്ടിലെത്തിക്കാമല്ലോ എന്ന് ചിന്തിക്കും. മക്കൾ പഠിച്ചു വലിയവരാകണം. അവരുടെ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോ ആദ്യ പുസ്തകങ്ങൾ വാങ്ങണം, നല്ല ഉടുപ്പ് വാങ്ങണം.
മക്കൾക്ക് വേണ്ടി മാത്ര അവളും ഞാനും അകന്നും ജീവിച്ചത്. അതൊന്നും സാരാക്കണ്ടെന്നേ. സത്യത്തിൽ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക. മക്കളുണ്ടാകാൻ അനേക അമ്പലങ്ങളിൽ പോയി നിങ്ങൾ നേർച്ചയും കാഴ്ചയും വെച്ചല്ലോ. ഇപ്പോ മക്കളില്ലെന്നുള്ള ദുഃഖമല്ലേ ഉള്ളൂ. ഉള്ള മക്കളൊരു ശാപമായി തീരുന്നു എന്ന ദുഃഖമില്ലല്ലോ. ഇറങ്ങട്ടെ. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇത്രയും വർഷത്തിനിടയ്ക്ക് നിനക്ക് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. നീ അതിന് അവസരം ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോഴത്തെ വിഷമത്തിന് പറഞ്ഞതാ, മറന്നുകള. വാ, നേരെ ഒത്തിരിയായി. നമ്മൾ സടകുടഞ്ഞ് എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ വൈകി എന്ന് തന്നെ പറയാം. എന്നാലും പെട്ടെന്നൊരു ബന്ധം നടത്തുമ്പോ ഈ പൊതുജനങ്ങൾ അതിനെ പൊതുജനങ്ങളുടെ കാര്യം കാണാ. മാനങ്കരയിൽ മാത്രമായിട്ടൊരു ബന്ധം നടത്തുമ്പോ എന്താ കുഴപ്പം? RDPയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഒച്ചയും ബഹളവും ഇപ്പൊ ഉണ്ടാക്കിയേ പറ്റൂ. അതെ, അതുകൊണ്ട് വരുന്ന 3-ാം തീയതി നമ്മൾ ബന്ദ് പ്രഖ്യാപിക്കുന്നു. അതെ, മറ്റേ 3-ാം തീയതി ആഴ്ച വെള്ളിയാഴ്ച ആണല്ലോ. എന്നാ അന്ന് ബന്ധു വേണ്ട, എന്റെ മൂത്ത മകളുടെ കുഞ്ഞിന്റെ ചോറൂണാണ്. എന്നാ 4-ാം തീയതി. ഓക്കെ. അപ്പോ 4-ാം തീയതി നമ്മൾ ആഞ്ഞടിക്കുന്നു. കൊടികളും പോസ്റ്ററുകളും മാനങ്കരയിൽ അങ്ങോളം ഇങ്ങോളം ഉയരണം. വിലക്കയറ്റത്തിനെതിരെയുള്ള ഒരു കൊടുങ്കാറ്റായി മാറണം നമ്മുടെ ബന്ദ്. ജനജീവിതം സ്തംഭിക്കണം, പോലീസ് ഞെട്ടണം, സർക്കാർ ആടി ഉലയണം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇങ്ങനെയൊന്നുമല്ല ഞാൻ വിചാരിച്ചിരുന്നത്. എന്നോട് ഇതൊക്കെ ഇനിയും പറയണോ? റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് വരുമ്പോ അച്ഛൻ ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും വലുതായിരുന്നു നിന്റെ കല്യാണം. നമ്മുടെ മുറ്റത്തൊരു വലിയ പന്തല്, എല്ലാ കാര്യങ്ങളും നോക്കി ഓടി നടക്കാൻ നിന്റെ ചേട്ടന്മാര്, അങ്ങനെ പലതും. അന്ന് കൂട്ടുകാരോടൊക്കെ അച്ഛൻ പറയുമായിരുന്നു, നിന്റെ കല്യാണത്തിന് ക്ഷണിക്കും, എവിടെയായിരുന്നാലും ഓടിയെത്തണം. ഒന്നും പറ്റിയില്ല. എന്റെ മോക്കിതായിരിക്കും വിധി. അച്ഛനെ ശപിക്കരുത്. വഴിയോരത്ത് വെച്ച് കല്യാണം നിർത്തി മോളെ ഒഴിവാക്കാണെന്ന് വിചാരിക്കരുത്. അച്ഛൻ അങ്ങനെയൊന്നും പറയരുത്. എനിക്കൊരു വിഷമമില്ല. ഇനി ഒരു പുറപ്പെടാൻ നോക്കിക്കോട്ടെ അല്ലേ രാഘവട്ടാ? വീട്ടിൽ വന്നിട്ട് ഇനി ഒരു യാത്ര പറച്ചിൽ ഞങ്ങൾക്ക് വിഷമാവും. ചെല്ല്. പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ദിവസം ഞങ്ങൾ വരാം. വരുമ്പോ കുറച്ചു ദിവസം അവിടെ താമസിക്കാൻ കൂടി തയ്യാറായിട്ട് വേണം വരാൻ. ഭാഗ്യമുള്ള കുട്ടിയല്ലേ ഇതിക. എന്നാലും ഒരു അനാഥ കുട്ടിയെ പോലെ അനു, അച്ചു, പോയ വണ്ടി വിളിച്ചോണ്ടോ. ശരി. രാഘവേട്ട, ഇങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ധൈര്യം വേണ്ടത്. ദൈവം നമ്മളെ കൈവിടില്ല. ദൈവം എന്നെ കൈവിട്ടു. രാഘവേട്ട അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. സമാധാനായിട്ടിരിക്കൂ. ഈ ആശുപത്രിയുടെ മെഡിക്കൽ ഷോപ്പിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് നിലപാടെടുക്കും? അടപ്പിക്കണം. ബന്ദ് പൂർണ്ണമാവണമെങ്കിൽ ആശുപത്രി അടപ്പിക്കണം, മെഡിക്കൽ ഷോപ്പ് അടപ്പിക്കണം. അപ്പൊ ഈ ഇലക്ട്രിസിറ്റിയുടെയും പാൽ വിതരണത്തിന്റെയും കാര്യത്തില് എന്താ സംശയം?
ബഹുജനങ്ങൾക്ക് ജീവിക്കാൻ അത്യാവശ്യമുള്ള എല്ലാ സ്ഥാപനങ്ങളും സംഭിപ്പിക്കണം. അതാണ് വേണ്ടത്. ഇതിത്ര ചോദിക്കാനൊക്കെ ഉണ്ടോ? എടോ പ്രഭാകര, ഏ? ഒന്നവിടെ നിൽക്കുക. ഭാനുവെടുത്തി ആസ്പത്രിയില്ല. എന്താ അസുഖം? ഒരു നെഞ്ചുവേന വന്ന് ബോധം കെട്ട് വീണു. ഓഹോ, അച്ഛനെ അറിയിച്ചില്ലേ? അച്ഛൻ ആസ്പത്രിയിലുണ്ട്. ഉണ്ടല്ലോ, അപ്പൊ കുഴപ്പമില്ല, പറഞ്ഞാ മതി. 4-ാം തീയതി ബന്ധാണേ, ഞാൻ സമയം പോലെ വന്ന് കണ്ടോളാം. ചലോ. ആ, ഒന്ന് വേഗം നോക്കേണ്ട KRP. 4 മണിക്ക് മുമ്പ് 2000 കോപ്പി അടിക്കാനുള്ളതാ. അവസാനം വാക്കുകൾ നന്നായില്ലേ എന്നെ കുറ്റം പറയരുത്. അയ്യോ, വാക്കുകൾ നന്നായിരിക്കണം. ഓരോ വാക്കും ഓരോ ചാട്ടുളി പോലെ ഇരിക്കണം. RDPക്കാരന്റെ ആത്മാവ് കിടന്നുരിക്കണം. അപ്പൊ കുറച്ച് സമയം എടുക്കും. മോനെ പ്രകാശ, എന്താ, എന്ത് വേണം? KRP ഇപ്പൊ കാണാൻ പറ്റൂല. ഒരു വിവരം പറയാണ്ടായിരുന്നു. ഒരു വിവരം ഇപ്പൊ പറയാൻ പറ്റില്ല. പോണം മിസ്റ്റർ. ഒരു അത്യാവശ്യ കാര്യം. അതിനേക്കാളും വലിയ അത്യാവശ്യ കാര്യമാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. RDPയുടെ ബന്ധിനെതിരെ ജനലക്ഷങ്ങൾ ഇളക്കി വിടാനുള്ള നോട്ടീസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് KRP. മനസ്സിലായോ? അച്ചുവേട്ടൻ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. അമ്മ നെഞ്ചുവേനായിട്ട് ആസ്പത്രി കിടക്കുക. അത് സാരല്ല, അമ്മയല്ലേ. KRPയുടെ മറ്റൊരു അമ്മയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാ. ഭാരതം എന്ന നമ്മുടെ എല്ലാവരുടെ അമ്മ, ഭാരതമാതാവ്. ഏത് ആശുപത്രി? KRP സമയം പോണ നോട്ടീസ് എഴുതൂ. നിങ്ങളൊന്ന് പോണം മിസ്റ്റർ. നിങ്ങളാണല്ലേ പറഞ്ഞേ? എഴുതൂ. ഇപ്പൊ എവിടെ എത്തി? ഭരണപക്ഷത്തിന്റെ ക്രിയാത്മകമായ പ്രവർത്തനത്തിന് വേണ്ടി. അങ്ങനത്തെ വാക്കുകൾ തരട്ടെ. അധികം സംസാരിപ്പിക്കണ്ട കേട്ടോ. ഇത്തിരി കഞ്ഞിയാ. ഭാനുവെടുത്തേക്ക് ഇപ്പൊ സുഖമുണ്ടെന്ന് ടീച്ചർ വന്ന് പറഞ്ഞു. ഒന്നും കൊടുക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആയിക്കോട്ടെ, കഞ്ഞി രാഘവേട്ടന് കുടിക്കാലോ. ഇപ്പൊ എങ്ങനെയുണ്ട് എടുത്തി? പ്രഭയും പ്രകാശനെയും ഒന്നും കണ്ടില്ലല്ലോ അച്ചു. അത് അവരിത് അറിഞ്ഞിട്ടില്ലല്ലോ. 4 കൂടിയ വഴി വെച്ചിട്ട് പ്രശാന്തനെ കണ്ടു. അവൻ കുട്ടിയല്ലേ, വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞില്ല. ചിലപ്പോ ഈ വിവരം അറിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇപ്പൊ ഇവിടെ എത്താനും മതി. അച്ചു വന്നേ. എന്തേ? നീ പ്രഭയം പ്രകാശനെ കണ്ടില്ലേ? അച്ചു, നിന്നെ ഞാൻ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയല്ല. രണ്ടുപേരെ നീ കണ്ടു, നിന്റെ മുഖം കണ്ടറിയാം. എന്താ രാഘവേട്ട ഈ പറയണത്? നേര് പറ, നീ അവരെ കണ്ടില്ലേ? അതല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിട്ടാ. അതൊക്കെ കള രാഘവേട്ട. രാഘവേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? രാഘവേട്ടന്റെ എന്താ ആവശ്യത്തിന് ഞാനുണ്ട്, ടീച്ചറുണ്ട്. വേറെ എത്ര പേരെ വേണം സഹായത്തിന് പറ. എന്റെ മക്കള് തിരക്കിലാണല്ലേ. ഇതൊക്കെ ജീവിതത്തിലെ ഒരു അനുഭവങ്ങളാണ് അച്ചു. മക്കള്, രക്തബന്ധം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനൊന്നും ഒരർത്ഥവും ഇല്ലടാ. വയസ്സുകാലത്ത് മക്കള് നമുക്ക് താങ്ങാകുമെന്ന് കരുതി നമ്മുടേതായിട്ടുള്ള എല്ലാവർക്കും കൊടുക്കുക. എനിക്ക് മനസ്സിലായി, നമുക്ക് നമ്മളെ ഉള്ളൂ. അച്ചു പൊയ്ക്കോ. എന്റെ മക്കള് തിരിഞ്ഞു നോക്കാത്തടത്ത് നിനക്ക് എന്ത് കാര്യം? അല്ല, ഞാൻ പൊയ്ക്കോ. ഇവിടെ ആരും വരണ്ട, എനിക്കാരും കാണുകയും വേണ്ട. എന്നോടും ഭാനുവിനോടും ദയവുണ്ടെങ്കിൽ ദൈവം ഞങ്ങളെ പെട്ടെന്ന് വിളിക്കും.